ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. 2026 നീറ്റ് ജെഇ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉടനെ എടുക്കേണ്ട കുറച്ച് തീരുമാനങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ നീറ്റ് സ്കോർ നോക്കുക. നിങ്ങൾ 2025 എഴുതിയ ആസ്പിറൻ്റ് ആണെങ്കിൽ നീറ്റ് സ്കോർ എന്തായിരുന്നു? എക്സാം നല്ല ടഫായിരുന്നു, ഒരുപാട് പേർക്ക് നല്ല ലോ സ്കോറാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, കുറേ പേര് പേടി കാരണം അല്ലെങ്കിൽ വിഷമം കാരണം ഒക്കെ സ്കോർ നോക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കുറഞ്ഞ സ്കോർ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കോർ നോക്കണം. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ അടിപൊളി ടോപ്പിക്സ്, നമുക്ക് നന്നായിട്ട് അറിയുന്ന ടോപ്പിക്സ് അതാണ്. അപ്പോൾ അതിനെ നമുക്ക് കോൺഫിഡൻസോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവാം. പിന്നെ അതിലെനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാണ്ടത്, ഇപ്പോൾ ഫിസിക്സിലൊക്കെ നിങ്ങൾക്ക് ഒട്ടും സൊല്യൂഷൻ പോലും അറിയാൻ കിട്ടാൻ ചിന്തിച്ചിട്ട് പോലും കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതിനർത്ഥം അത് നിങ്ങളുടെ ഏറ്റവും വീക്കസ്റ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ഇനിയുള്ള വർഷം പഠിക്കാൻ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നീറ്റ് ജെഇ രണ്ടും എഴുതിയ മക്കൾ ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. 2025 നിങ്ങൾ സ്കോർ നോക്കണം, ആൻസർ കീ നല്ലപോലെ ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു ചാപ്റ്റർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ നീറ്റ് നിങ്ങൾ പഠിച്ചപ്പോൾ ഏത് രീതിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? നിങ്ങൾ കുറേ പേര് ഓൺലൈൻ ക്ലാസ് കണ്ട് പഠിച്ചിട്ടുണ്ടാവും, ഓഫ്ലൈനായി വന്ന് പഠിച്ചിട്ടുണ്ടാവും, പരീക്ഷകൾ എഴുതി നോക്കിയിട്ടുണ്ടാകും. പക്ഷേ ഏത് രീതിയിൽ പഠിച്ചപ്പോഴാണ്, ഇപ്പം ആപ്പിലെ വീഡിയോസ് കണ്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായത്, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷകൾ എനിക്ക് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറേയും കൂടി എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാകും, അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ്. കുറേ പേർക്കൊക്കെ വീട്ടിൽ കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഒരു വർഷം പുറത്തേക്ക് വരാൻ താല്പര്യമില്ല. ഞാനൊരു എൻറ്റയർ ഇയർ ഇതിന് വേണ്ടിയിട്ട്, അതായത് എല്ലാത്തിൽ നിന്നും ഒന്ന് ഷട്ട് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നമ്മൾ പറയില്ലേ, ഒന്ന് ഓടി ഒളിക്കാൻ പോവാണ് എല്ലാത്തിൽ നിന്നും. ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. കാരണം നല്ല കോൺസെൻട്രേഷൻ കൊടുക്കണം നമുക്ക് ഇനിയുള്ള നീറ്റിന്. കാരണം സിലബസ് അത്യാവശ്യം നല്ല വലിയ സിലബസ് ആണ്, ഇലാബറേറ്റ് ആണ്. അതേപോലെ ടഫ്നെസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തൊരു തീരുമാനം എടുത്തിട്ട് മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രിപ്പറേഷന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സൈലത്തിൻ്റെ നീറ്റ് റിപ്പീറ്റർ ബാച്ചാണ് ധീര ബാച്ച്. ഓൺലൈൻ ബാച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം. ക്ലാസ്സുകൾ നടക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതിനോട് കൂടെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൂടാതെ ആപ്പിൽ നിങ്ങൾക്ക് എഴുതാവുന്ന എക്സാമുകളുണ്ട്, ഇൻഫിനിറ്റി പ്രാക്ടീസ് ഉണ്ട്, ഡൗട്ട്സ് ചോദിക്കാൻ AI ഗുരു ഉണ്ട്. കൂടാതെ ധീര ബാച്ചിന് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാകും. അതേപോലെ ഒരു ടീച്ചർ സപ്പോർട്ട് ഉണ്ടാകും. ധീര ബാച്ചിൻ്റെ ടീച്ചർ സപ്പോർട്ട് ഞാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നിങ്ങളുടെ മെൻറ്റർ ത്രൂ എന്നെ അറിയിക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ബാച്ചാണ് ധീര ബാച്ച്. കൂടാതെ ധീര ബാച്ചിലെ മക്കൾക്കായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ട്. മാറുന്ന നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും പാറ്റേണും ഡിഫിക്കൽട്ടി ലെവലും അനുസരിച്ച് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മക്കൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി പഠിക്കുന്ന മക്കൾക്കും വന്ന് ഓഫ്ലൈൻ എക്സാംസ് എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. മിസ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി നിങ്ങളെ തിരഞ്ഞെടുക്കുക. ധീരയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ധീര ബാച്ചിൻ്റെ അഡ്മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ കൺസേൺസ് ഒക്കെ അറിയിച്ച് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം എൻറോൾ ചെയ്താൽ മതി. ഫീസും ഡീറ്റെയിൽസും ഒക്കെ ഈ നമ്പറിൽ വിളിച്ചാലും മക്കൾക്ക് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുക ആൻഡ് അടിപൊളിയായിട്ട് പഠിക്കുക. ഗുഡ് ലക്ക്.